പവിത്രം സീരിയലിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6 വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്നിറങ്ങിയ വിക്രമിനെ കൂട്ടാനായിട്ട് അവൻ്റെ കൂട്ടുകാരനും അച്ഛനും ചേട്ടനുമൊക്കെ എത്തുകയാണ് കേട്ടോ. വിക്രം ജയിലിൽ നിന്നും ഇറങ്ങുമ്പോൾ മാഷ് മരിച്ചതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ മലയാളത്തിൽ ചിലപ്പോൾ അങ്ങനെ കാണിക്കാനായിട്ട് ചാൻസ് ഇല്ല. അവൻ അവരോട് ആദ്യം ചോദിക്കുന്നത് വേദ വന്നില്ലേ എന്നാണ് കേട്ടോ. വേദ മരിച്ചോ ജീവിച്ചോ എന്നറിയില്ല, എന്ത് പറയണമെന്നറിയാതെ അവർ വിഷമിക്കുകയാണ് കേട്ടോ. ഒരു തവണ പോലും അവൾ ജയിലിലും വന്നില്ല. എടാ, വേദ എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയില്ല. എന്നിട്ട് നിങ്ങളാരും അവളെ അന്വേഷിച്ചില്ലേ എന്ന് വിക്രം ചോദിക്കുകയാണ് കേട്ടോ. വിക്രം, വേദയെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ ഒരറിവും കിട്ടിയില്ല എന്ന് മാഷും സങ്കടത്തോടെ പറയുകയാണ് കേട്ടോ. വിക്രം, നിന്നെ അമ്മ വീട്ടിൽ കാത്തിരിക്കുകയാണ്, നീ വേഗം വീട്ടിലോട്ട് വാ, നമുക്ക് അങ്ങോട്ട് പോകാം. പിന്നീട് വിക്രം വേദയുടെ അച്ഛനെ പോയി കാണുകയാണ് കേട്ടോ. വേദയെക്കുറിച്ച് വല്ല വിവരമുണ്ട് സാർ എന്ന് ചോദിക്കുകയാണ്. അയാളും വേദയെ ഒരുപാട് തിരിഞ്ഞു, പക്ഷേ കണ്ടെത്താനായില്ല. പോലീസും ഒക്കെ അന്വേഷിച്ചെങ്കിലും അവളുടെ ഒരറിവും ഉണ്ടായിരുന്നില്ല. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് തൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. പിന്നെ അവൾക്ക് എന്താ സംഭവിച്ചത് എന്ന് വിക്രമിന് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. ഇനി ശ്രീകാന്തെങ്ങാനും അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ? അതേസമയം ശ്രീകാന്ത് ആണെങ്കിൽ അവിടുത്തെ വലിയൊരു പ്രമാണിയായി മാറിക്കഴിഞ്ഞിരുന്നു കേട്ടോ. പിന്നീട് വിക്രമിന് എല്ലാവരോടും ദേഷ്യമാണ് കേട്ടോ. വീണ്ടും അവൻ പഴയതുപോലെ തല്ലുമിടിയായിട്ടൊക്കെ നടക്കുകയാണ് കേട്ടോ. പിന്നീട് വേദയാണ് കേട്ടോ കാണിക്കുന്നത്. 6 വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് തൻ്റെ നാട്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ആവുകയാണ് കേട്ടോ. നല്ലൊരു പേരെടുത്ത വക്കീലായി, ചിലപ്പോൾ കളക്ടറായിരിക്കാം. അവിടുത്തെ മുതലാളിമാരെ അടിച്ചമർത്തിയും വെല്ലുവിളിച്ചുമൊക്കെ അവൾ ആ നാട്ടുകാരുടെ കണ്ണിലുണ്ണി ആവുകയാണ് കേട്ടോ. ആ നാട്ടിലുള്ളവർക്കൊക്കെ അവളുടെ ഓഫീസിലുള്ള സ്റ്റാഫുകൾക്കും അവളോട് വലിയ ബഹുമാനവും ഇഷ്ടവുമൊക്കെയാണ്. അവൾ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവർക്കൊക്കെ വലിയ വിഷമമാവുകയാണ് കേട്ടോ. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഒടുവിൽ വേദ തൻ്റെ നാട്ടിലേക്ക് വരികയാണ്. വിജി, ആരോരുമില്ലാത്ത പെണ്ണാണ്. അവളുടെ കേസ് നടത്തിക്കൊടുത്തത് വേദയാണ്. പിന്നീട് ആരോരുമില്ലാത്തതിനാൽ വിജിയെ വേദ അവൾക്കൊപ്പം കൂട്ടിയതാണ് കേട്ടോ. വേദ ജോലിക്ക് പോകുമ്പോൾ മോളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് വിജിയാണ് കേട്ടോ. വേദ വരുന്ന വഴിക്ക് സിഗ്നലിൽ വെച്ച് വേദയുടെയും വിക്രമിൻ്റെയും വണ്ടികൾ അടുത്തടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും തമ്മിൽ കാണാതെ 2 വഴിക്ക് വണ്ടികൾ പോവുകയാണ് കേട്ടോ. വിക്രമാണെങ്കിൽ വീട്ടിലോട്ടൊന്നും അങ്ങനെ ഇങ്ങനെ പോകാറില്ല. അമലയ്ക്കാണെങ്കിൽ വിക്രമിനെ വേദയെ ഓർത്ത് എന്ന് കരയാനേ നേരമുള്ളൂ. എന്നാലും അവർക്ക് വേദ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്നൊരു തോന്നലുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പറയും, മാഷേ, വേദമോൾ തിരികെ വരും, നോക്കിക്കോ, അതെൻ്റെ വിശ്വാസമാണ്, നമ്മുടെ വിക്രം പഴയതുപോലെയാകും എന്നൊക്കെ മാഷിനോട് പറയുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അവിടെയുള്ള കോളനി നിവാസികളെ കുടിയൊഴിപ്പിക്കാൻ നോക്കുകയാണ് ശ്രീകാന്ത്. അത് പറഞ്ഞ് ശ്രീകാന്ത് ആ കോളനിക്കാരുടെ സ്വൈര്യം കെടുത്തുവാണ് കേട്ടോ. ഒരുപാട് തവണ അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞെങ്കിലും പോലീസും അവരുടെ കൂട്ടത്തിലാണ്. ഒടുവിൽ കോളനി നിവാസികൾ വിക്രമിനെ കണ്ട് പരാതി പറയുകയാണ്. വിക്രമോനെ, ഞങ്ങളെ നീ ഒന്ന് സഹായിക്കണം, ഞങ്ങൾ പാവങ്ങൾ, ഇനി എങ്ങോട്ട് പോകാനാ? ചോര നീരാക്കി പണിത വീടുകളാണ് അവർ ഇടിച്ചു നിരത്താൻ പോകുന്നത്. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. മോടെ ഒരു വാക്ക് കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ സമാധാനത്തോടെ ഇന്ന് കിടന്നുറങ്ങാൻ പറ്റും. അതിലെ ഒരു പ്രായമായ ആൾ പറയുകയാണ് കേട്ടോ. കുടിയും തല്ലുമായിട്ടൊക്കെ നടക്കുകയാണെങ്കിലും പാവപ്പെട്ടവരോട് അവന് സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെയാണ്. നിങ്ങൾ വിഷമിക്കേണ്ട, എനിക്ക് ജീവനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും പോവേണ്ടി വരില്ല. അവരെ സമാധാനിപ്പിച്ച് വിടുകയാണ് കേട്ടോ വിക്രം. ശ്രീകാന്ത്, എനിക്ക് അവനെയാണ് കാണേണ്ടത്. എൻ്റെ കണ്ണ് വെട്ടിച്ച് എത്ര നാൾ അവൻ നടക്കും? ഇതിനു വേണ്ടി അവനിവിടെ വരേണ്ടി വരും. ഞാൻ വരുത്തും അവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം എൻ്റെ വേദ എന്തെന്ന്. അവൾ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടടാ. പെട്ടെന്നൊന്നും അവൾക്ക് എന്നെ വിട്ട് പോവാനാകില്ല എന്ന് വിക്രം പറയുകയാണ് കേട്ടോ. സത്യത്തിൽ അവൻ കരയുകയായിരുന്നു. പിന്നീട് ശ്രീകാന്ത് പുതിയ കളക്ടറെ കാണാൻ ചെല്ലുകയാണ് കേട്ടോ. അയാളെ തൻ്റെ വഴിക്ക് കൊണ്ടുവരണമല്ലോ, എന്നാലല്ലേ കോളനിക്കാരെ പെട്ടെന്ന് ഒഴിപ്പിക്കാൻ പറ്റും. പക്ഷേ കളക്ടറെ കാണുമ്പോൾ അയാൾ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. വേദ, ഇവളെങ്ങനെ? ശ്രീകാന്ത് ആകെ അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ. വേദയാണ് കളക്ടർ എന്നറിഞ്ഞ് ശ്രീകാന്ത് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ, ഹലോ, എന്താ കാര്യം, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് പരിചയമില്ലാത്തതുപോലെ വേദ ചോദിക്കുകയാണ്. ഒടുവിൽ ശ്രീകാന്ത് മനസ്സില്ലാ മനസ്സോടെ തൻ്റെ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. തൻ്റെ ചേട്ടനല്ലേ, നേർവഴിക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ലല്ലോ, ഞാൻ ആ കേസിനെ കുറിച്ചൊന്ന് പഠിക്കട്ടെ എന്നിട്ട് പറയാം എന്ന് വേദ പറയുകയാണ് കേട്ടോ. വേദ, നിനക്ക് സുഖമാണോ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ്. രൂക്ഷമായി അവനെ അവളൊന്ന് നോക്കുകയാണ് കേട്ടോ. വിശേഷങ്ങൾ പറയാനുള്ള സ്ഥലമല്ല ഇത്, നിങ്ങൾക്ക് പോകാം എന്ന് വേദ പറയുകയാണ്. അങ്ങനെ ശ്രീകാന്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. താൻ മരിച്ചു എന്ന് കരുതിയവൾ മുൻപിൽ ജീവനോട് വന്ന് നിൽക്കുന്നു. ഇനിയിപ്പോൾ അവളെ കൊണ്ട് ഡോക്യുമെൻറ്റ്സിൽ ഒപ്പിടിച്ച് മതിയാവും. ഇതൊരു ശല്യമായല്ലോ എന്നയാൾ മനസ്സിൽ ഓർക്കുകയാണ് കേട്ടോ. ശ്രീകാന്ത് ഉടനെ അച്ഛനെ വിളിക്കുകയാണ് കേട്ടോ. അവനെ അയാൾ അവിടെ നിന്നും ഓടിച്ചു വിട്ടിട്ട് പിന്നെ അയാൾ അവനെ വിളിക്കുകയോ കാണുകയോ ചെയ്യാറില്ല. വിക്രമിൻ്റെ കേസിന് വേണ്ടി കോടതിയിൽ വെച്ചായിരുന്നു അയാൾ അവനെ അവസാനമായി കണ്ടത്. ഇത്രയും നാളായിട്ട് അയാൾക്ക് അവനുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. ഇപ്പോൾ ഇവനെന്തിനാ എന്നെ വിളിക്കുന്നത്? അയാൾ കോൾ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നല്ലേ, എന്നിട്ട് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഇടയിൽ പൊട്ടം കളിക്കുകയായിരുന്നല്ലേ
എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് കേട്ടോ. മോളിപ്പോൾ അങ്ങ് വലിയ പൊസിഷനിലൊക്കെ ആയല്ലോ, അവൾ ആരായിരുന്നാലും ഈ ശ്രീകാന്തിനെ അവൾ അറിയാൻ പോകുന്നതേയുള്ളൂ എന്ന് ശ്രീകാന്ത് പറയുകയാണ് കേട്ടോ. നീ ആരുടെ കാര്യമാണ് ഈ പറയുന്നത് എന്ന് അയാൾ ചോദിക്കുകയാണ് കേട്ടോ. ഓ, ഒന്നും അറിയാൻ പാടില്ലാത്തതുപോലെ നിങ്ങളുടെ മകൾ വേദയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വേദയോ? അപ്പോൾ അവളെ ഇവൻ കണ്ടോ? അയാൾക്കാകെ സന്തോഷമാവുകയാണ് കേട്ടോ. അവളിപ്പോൾ ഇവിടുത്തെ കളക്ടറല്ലേ, അവൾക്ക് അങ്ങോട്ട് ഉണ്ടാക്കി കളയാമെന്ന് വല്ല വിചാരമുണ്ടെങ്കിൽ അവളുടെ മനസ്സിലിരിക്കത്തേയുള്ളൂ. നീ എന്തിനാണ് അവളെ പിന്നെയും ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നാൽ അവളോട് എനിക്കത് എഴുതിത്തരാൻ പറ, ഞാൻ അവളെ ഉപദ്രവിക്കേയില്ല. വെച്ചിട്ട് പോടാ, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ കോൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ. വേദയുടെ അമ്മ മരിച്ചതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി മലയാളത്തിൽ അങ്ങനെയാണോ എന്നറിയില്ല. പിന്നീട് ഒരു ദിവസം കമല അമ്പലത്തിൽ വെച്ച് വേദയെ കാണുകയാണ് കേട്ടോ. അവർക്ക് അവളെ കാണുമ്പോൾ സന്തോഷമാവുകയാണ്. പക്ഷേ അവൾ അമ്പലത്തിൽ നിന്നിറങ്ങി കാറിലേക്ക് കയറുന്നതാണ് അവർ കാണുന്നത്. അതുകൊണ്ട് അവർക്ക് അവളെ അടുത്ത് കാണാനോ സംസാരിക്കാനോ പറ്റിയില്ല. അവർ കാറിൻ്റെ പിറകിൽ വേദ എന്ന് പറഞ്ഞ് ഓടുകയാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. കമല സന്തോഷത്തോടെ വേഗം വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് മാഷിനോട് പറയും, മാഷേ, ഞാനിന്ന് നമ്മുടെ വേദമോളെ കണ്ടു. മാഷ് വിശ്വാസം വരാത്തതുപോലെ കമലയെ നോക്കുകയാണ് കേട്ടോ. എന്താ മാഷേ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അവളുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ അയാൾക്ക് സന്തോഷമായിട്ടോ. കാരണം വേദ പോയതിൽ പിന്നെ അവളുടെ കണ്ണീർ തോർന്നിട്ടില്ല. ചത്ത ശവം കണക്കെ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രം. അവൾ എവിടെയോ ജീവനോടെ ഉണ്ടെന്ന് ഇടയ്ക്കിടെ അയാളോട് പറയുമ്പോഴും അയാൾ അത് കേൾക്കുകയല്ലാതെ മറിച്ചൊന്നും പറയാറില്ലായിരുന്നു. കാരണം അങ്ങനെയെങ്കിലും കമല ആശ്വസിക്കട്ടെ എന്ന് അയാൾ കരുതി. വീണ്ടും കമല ചോദിക്കും, മാഷിനെ വിശ്വാസമായില്ലല്ലേ? ഞാൻ ബോധമില്ലാതെ പറയുന്നതല്ല മാഷേ, ഞാൻ കണ്ടതാ നമ്മുടെ വേദയെ. എന്നിട്ട് എന്ത് പറഞ്ഞു എന്ന് മാഷ് ചോദിക്കുകയാണ് കേട്ടോ. ഒന്നും മിണ്ടാൻ പറ്റിയില്ല മാഷേ. അവൾ കാറിലേക്ക് കയറുന്നതാ കണ്ടത്. വേദയും എന്നെ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് ഓടി വരുമായിരുന്നില്ലേ? ഓടി വരാനായിരുന്നെങ്കിൽ അതെപ്പോഴേ ആകാമായിരുന്നു കമല. അവൾ പിന്നെ എന്തിനാ നമ്മളെയും വിക്രമിനേക്ക് വിട്ടു പോയത്? അവളെ തന്നെ ഓർത്തിരിക്കുന്നത് കൊണ്ട് നിനക്ക് തോന്നിയതായിരിക്കും കമല. ഇല്ല മാഷേ, ഞാൻ വേദയെ കണ്ടതാണ്. അത് സ്വപ്നമൊന്നുമല്ല, ഞാൻ വേദയെ കണ്ടു. ഈശ്വര, സത്യമായിരിക്കണമേ എന്ന് അയാൾ മനസ്സിൽ ഉള്ളാലെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കമലയ്ക്ക് ആശ്വാസമാവുകയാണ്. ഒപ്പം അവർക്കെന്തോ അവൾ എന്താ ഇങ്ങോട്ട് വരാതിരുന്നത് എന്നൊരു ചോദ്യവും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.